അഞ്ചാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ലഡാക്കിന്റെ വില്ലേജുകളിലോട്ട് പോണേണ്. ലേ ടൗണിൽ നിന്ന് ഇറങ്ങി 5 ദിവസം കഴിഞ്ഞേ ഇനി ലേ ടൗണിൽ തിരിച്ചെത്തുള്ളൂ. ഈ റൂട്ടിലാണ് കർദുംഗ്ല, ഉമിംഗ്ല പോലെയുള്ള ഹൈയസ്റ്റ് പാസുകൾ ഉള്ളത്. ഇത് ലേയിൽ നിന്നും കർദുംഗ്ല വരെ പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ലേയിൽ നിന്ന് വരുന്ന റോഡുകളുടെ ഒരു വ്യൂ കാണാൻ പറ്റും. കർദുംഗ്ല, ഉമിംഗ്ലയിലൊക്കെ ഓക്സിജൻ കുറവായതുകൊണ്ട് ഒരു പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. ലേ ടൗണിൽ നിന്ന് തന്നെ ഇത് മേടിക്കണം, വില്ലേജുകളിൽ കിട്ടാൻ പാടാണ്. ഇതൊരു ചെറിയ സിലിണ്ടറാണ്. ഈ പാസുകളിലൊക്കെ പോകുമ്പോൾ അക്യൂട്ട് മൗണ്ടൻ സിക്നസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് AMS എന്ന് പറയും. ഈ AMS കൂടിക്കഴിഞ്ഞാൽ തലവേദന, ഛർദി, തലകറക്കമൊക്കെ വരും. ലേ ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വളരെ കുറവാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി മെഡിസിൻസും ഓക്സിജനൊക്കെ കയ്യിൽ കരുതണം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ശരീരത്തിന്റെ ഓക്സിജന്റെ അളവൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഈ റൂട്ടിലുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കർദുംഗ്ല പാസ് ആണ്. ഇത് സീ ലെവലിൽ നിന്നും 17,582 ഫീറ്റ് മുകളിലാണ്. കർദുംഗ്ല പാസ് വേൾഡ് രണ്ടാമത്തെ ഹയസ്റ്റ് മോട്ടോറബിൾ പാസ് ആണ്. വേൾഡ് ഫസ്റ്റ് മോട്ടോറബിൾ പാസ് ആയിരുന്നു, പക്ഷെ ഉമിംഗ്ല വന്നപ്പോൾ സെക്കൻഡ് സ്ഥാനത്തോട്ട് മാറി. ഇതാണ് കർദുംഗ്ല പാസിന്റെ എൻട്രി ഗേറ്റ്. ഈ ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആണ്. ഇവിടെ ഓക്സിജൻ കുറവായതുകൊണ്ട് 15 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പാടില്ല. കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വരും. ഈ ടൈമിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ -8 ആണ്. ബൈക്ക് റൈഡേഴ്സിന്റെ മെയിൻ ഡെസ്റ്റിനേഷൻ ആണിത്. ഉമിംഗ്ല വരെ എല്ലാവരും പോകാറില്ല, ഇവിടെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. കർദുംഗ്ല പാസിൽ നിന്ന് നുബ്ര വാലിയിലോട്ടാണ് പോകുന്നത്. ഈ ലേ ടൗണിനെയും നുബ്ര വാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പാസ്സാണ്. മണ്ണിടിച്ചിൽ കൂടിക്കഴിഞ്ഞാൽ ഈ പാസ് എടുത്ത് ക്ലോസ് ചെയ്യാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഇത് സ്നോ ഉരുകിയ വെള്ളം ഫ്രീസ് ആയതാണ്. ഇത് കണ്ടിട്ടൂടെ കാറിൽ നിന്നിറങ്ങി ഇതൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങിയേ. സ്നോയിൽ നിന്ന് മെൽറ്റായി തന്നെ വെള്ളം ഒഴുകി ഫ്രീസ് ആവണാണിത്. ഇതിങ്ങനെ സ്റ്റിക്ക് പോലെ ലെങ്തി ആയിട്ടാണ് വന്നേക്കണേ. റോഡിന് വീതിയില്ലാത്തതാണ് ഈ സ്ഥലത്ത് നിർത്താൻ പാടില്ലായേ. ഞങ്ങളുടെ ഗൈഡ് നിർത്തി തന്നു. ഇത് കണ്ട റസിൻതൊക്കെ ഒരു വലിയ പീസ് തന്നെ കിട്ടിയേക്കണം സ്നോയിന്റെ. ഇതിങ്ങനെ കൈ പിടിക്കുമ്പോൾ നല്ല വേദനയാണ്. കാശ്മീരിലൊക്കെ പോകുമ്പോൾ സ്നോയിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ സ്റ്റിക്ക് പോലെ കാണുന്നത് ആദ്യമായിട്ട്. ഇവിടുന്ന് നുബ്ര വാലി എത്താൻ വേണ്ടി 3 മണിക്കൂർ എടുക്കുവേ.